ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിരിക്കുന്നത് ജാസ്മിൻ ജാഫറിന്റെ അത്ത ജാഫറിക്കയും സായും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീക്ക് ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും അത് കേട്ടതാണ്. അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ ലീക്ക് ആയതിനെ കുറിച്ച് പല രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു റിയാലിറ്റി ഷോയിൽ സ്വന്തം മകള് പങ്കെടുക്കാൻ പോകുന്നു. മകളുടെ ഭാഗത്തുനിന്ന്, അതായത് അവർക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരുന്ന ഒരു മകളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഉപദേശിക്കണം. പക്ഷെ നമുക്കറിയാം അതിൽ ഫോൺ ചെയ്യാൻ പറ്റില്ല, അതുപോലെ അവിടെ ചെന്ന് സംസാരിക്കാൻ അവരെ കാണാനൊന്നും പറ്റാത്തൊരു ഷോയാണ് നമുക്കറിയാം ബിഗ് ബോസ് ഷോ. അപ്പോൾ സായി അതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചു. സായിനെ വിളിക്കുന്നു, സായിനോട് പറയുന്ന മകളെ ഉപദേശിക്കണം, ഈ ഒരു കോമ്പോയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരാൻ പറയണം, ഈ കോമ്പോ എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഗബ്രീനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ആ ഗബ്രീനെ ചീത്ത വിളിച്ചത്. പക്ഷേ ഈ കോളൊക്കെ പുറത്ത് പോകുമെന്ന് അറിഞ്ഞിട്ടായിരിക്കില്ലല്ലോ ഒരു പക്ഷെ അവർ സംസാരിക്കുന്നത്. അവർ തമ്മിലുള്ളൊരു പേഴ്സണൽ കോളാണ്, എങ്ങനെയൊക്കെ അത് ലീക്കായി. അതുകൊണ്ടാണ് നമ്മളൊക്കെ അത് കേൾക്കാനും ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നു. പല കാര്യങ്ങളും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെ ഒരു വിഷമമായിട്ടാണ് എനിക്കാദ്യം തോന്നിയത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, അതായത് എങ്ങനെയും ജാസ്മിനെ ചെന്ന് പറഞ്ഞ് ഉപദേശിക്കണം, ഈ ഒരു കോംബോ നിർത്തണം. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം മറന്നുപോയൊരു കാര്യം, ഈ കോംബോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ വിചാരിച്ചെന്ന് മാത്രം നടക്കുന്നില്ല. ഇപ്പം ഗബ്രിനോട് പറയണം പെണ്ണുങ്ങളുടെ പുറകെ നടന്ന് കളിക്കാതെ സ്വന്തമായിട്ട് ഗെയിം കളിക്കുക എന്നൊക്കെ അവനോട് പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗബ്രി ഒറ്റയ്ക്ക് നടന്നിട്ടല്ലല്ലോ ഈ ഒരു കോംബോ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ജാസ്മിനും അതിൽ സപ്പോർട്ട്. ജാസ്മിന് ഇപ്പം അത് ഇഷ്ടമല്ല, ആ ഒരു കോംബോ ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോംബോ നടക്കാൻ പോകുന്നില്ല. അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും മക്കളെ അവർ സേഫ് ആക്കാനല്ലേ നോക്കുള്ളൂ, അതായിരിക്കും ആരാച്ചൻ ചെയ്തത്. എന്നാലും ആ ഒരു കോംബോ രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു കോംബോയിൽ രണ്ടുപേരും തുല്യമായിട്ടുള്ള തെറ്റുകാരാണ്. തെറ്റാണെന്നുണ്ടെങ്കിൽ, അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. അപ്പോൾ രണ്ടുപേരും തീർച്ചയായിട്ടും രണ്ടുപേരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് ആ ഒരു കോംബോ ഒരിക്കലും മുന്നോട്ട് പോകാൻ പോകുന്നില്ല. പിന്നെ കോംബോ ഒക്കെ നല്ല കാര്യം, ഫ്രണ്ട്ഷിപ്പും കോംബോ എല്ലാം അതിലും നമുക്ക് ഒരിക്കലും എതിർപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതെന്താ സംഭവം, ഇത്രമാത്രം കോംബോ ഒരിക്കലും തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. ഫ്രണ്ട്ഷിപ്പും കോംബോ ഒക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അവരുടെ ചില കാര്യങ്ങൾ പുറത്തുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ആണെങ്കിലും ബിഗ് ബോസിൽ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് പുറത്തൊരാളായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഗബ്രിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാളായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ഈ രണ്ടുപേര് വന്നിട്ട് ഈ കാണിക്കുന്ന കാര്യങ്ങൾ കടിക്കുന്നു നമ്മൾ കണ്ടതാണ്. ഞാൻ വീണ്ടും അതൊന്നും പറയുന്നില്ല, പല കാര്യങ്ങൾ. അപ്പം അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് എന്തായാലും പുറത്ത് പോകും. അത് ഇവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇവർ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല, അപ്പം ആ ഒരു ബാപ്പ മകളെ കുറിച്ച്, അതായത് മകളെ പോയി ഒന്ന് ഉപദേശിക്കേണ്ട രീതിയിൽ നമുക്ക് മാറി നന്നായിട്ട് ഗെയിം കളിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞ് സായിയോട് പറയുന്നു. അപ്പോൾ സായി പറയുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട്, പക്ഷെ എനിക്കങ്ങനെ ഞാനും ഗെയിം കളിക്കാൻ തന്നെയാണ് പോകുന്നതെന്നൊക്കെ സായും പറയുന്നുണ്ട്. പക്ഷേ ഈ സീക്രട്ട് ഏജന്റ്, കാറിൻ്റെ അകത്തിരുന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എല്ലാ കാര്യങ്ങളും വളരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെട്ടിത്തുറന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എന്താണ് ബിഗ് ബോസിൽ പോയി ചെയ്തത്? അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ബിഗ് ബോസ് ഹൗസിൽ ഒന്നും പറയാൻ പാടില്ല. ആ ഒരു നിയമം തന്നെ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അകത്ത് പോയി പറയാൻ പാടില്ല എന്നുള്ളൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാവുന്ന സായിക്ക് അത് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ റൂൾസിനെതിരെയാണ് സായി ചെയ്തത്. സാജി വന്ന ദിവസം തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ജാസ്മിൻ്റെ പാപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാസ്മിനോട് പറയുന്നു. അപ്പോൾ ഇതിൽ ആരാണ് തെറ്റുകാരും? സായിയോട് ചെന്ന് ജാസ്മിനോട് ഇതെല്ലാം പറയണമെന്ന് പറഞ്ഞ് ജാസ്മിൻ്റെ ബാപ്പയാണോ, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഹൗസിലെ റൂൾസ് റെഗുലേഷൻസ് എല്ലാം അറിഞ്ഞ് ഇത്രയും സീക്രട്ട് ഏജന്റ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ ഇപ്പം അദ്ദേഹം പുറത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ വീഡിയോ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പറയാൻ പാടുണ്ടോ, പുറത്ത് നടക്കുന്ന കാര്യം പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും അദ്ദേഹം വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ കാറ് കിട്ടിയാൽ മാത്രമാണോ പുള്ളിക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ? എനിക്കറിയില്ല. അത് മാത്രമല്ല, ഇപ്പം എന്താണ് സായി ബിഗ് ബോസിൽ പോയി ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഭയങ്കര നന്മമാരം കളിക്കുന്നു. ശരിക്കും സായിയൊക്കെ പുറത്ത് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സായിയൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ പോയത്? ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ അറിയിക്കാൻ വേണ്ടി മാത്രം പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സായിക്ക് ചിലപ്പോൾ കാർ വേണമായിരിക്കും, കാറുണ്ടെങ്കിൽ മാത്രമായിരിക്കും സായിക്ക് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയാൻ പറ്റുള്ളായിരിക്കും. എന്തോ ആവട്ടെ, അപ്പോൾ സായി അടിച്ചെന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നു. എന്നാൽ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ബിഗ് ബോസിന് അത് സ്റ്റോപ്പ് ചെയ്യിക്കാമായിരുന്നു. ഇത് സായി എല്ലാം പറഞ്ഞു തീരുന്നത് വരെയും വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പറയുന്നു സായി അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണ്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, എല്ലാം പറഞ്ഞ് ജാസ്മിൻ അറിയിച്ചതിന് ശേഷമാണ് ബിഗ് ബോസ് പോലും വാണിംഗ് കൊടുക്കുന്നത്. അപ്പൊ ബിഗ് ബോസിന്റെ ആവശ്യം സായി വന്ന് ജാസ്മിനോട് എല്ലാം പറയണമെന്നായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് റിയാലിറ്റി ഷോ ആണ്, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞ് വൈൽഡ് കാർഡ് വഴി എൻട്രി ആയ ആൾക്കാരാണ് അവർ തന്നെ. ഇതൊക്കെ ഈ ഒരു നിയമങ്ങളൊക്കെ ലംഘിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു പണിഷ്മെന്റ് കൊടുത്ത് അവരെ പുറത്താക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഇതൊന്നും അറിയാതെ പോയ ആളൊന്നുമല്ല സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അത് മാത്രമല്ല, പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതെല്ലാം പറഞ്ഞു. രസകരമായ കാര്യം എനിക്ക് അതൊന്നുമല്ല. സായി വന്ന് ജാസ്മിനോട് എല്ലാം വിശദീകരിച്ച് പറയുന്നു. വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് പുറത്ത് നടക്കുന്നത്. അദ്ദേഹം, ഞാൻ ആ പേര് പറയുന്നില്ല, ജാസ്മിൻ്റെ ഒരു അഫെയർ ഉള്ള ഒരാളായിട്ട് ആ ഒരു കോൺവെർസേഷൻ, അതായത് അദ്ദേഹം പല ഇതിനും ചാനലിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളടക്കം എല്ലാം പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞതിന് ശേഷം ജാസ്മിൻ തന്നെ സായിയെ നോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് വേറെ ഒന്നുമല്ല, പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിൻ തന്നെ തിരിച്ച് സായിക്കിട്ട് പണി കൊടുത്തു. ഈ പണി കിട്ടിയിട്ടും സായി പിന്നെ പഠിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സായി, എനിക്ക് തോന്നുന്നത് സായി എന്തിനാണ് അവിടെ പോയതെന്ന് സായി എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല സായിനെ. കാരണം അൻസിബ ഔട്ടായി. ശരിക്കും പറഞ്ഞാൽ അൻസിബയ്ക്ക് എത്ര നല്ല വ്യക്തിത്വമുള്ള ഒരു കുട്ടിയായിരുന്നു. എങ്ങനെയാണ് പെരുമാറേണ്ടത്, സമൂഹത്തിന് എന്ത് നല്ല മെസ്സേജാണ് കൊടുക്കേണ്ടതെന്നൊക്കെ അവർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഇതുപോലത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ അടുത്ത സീസണൊക്കെ ആളുകൾ കാണുമെന്ന് തോന്നുന്നുണ്ടോ? എന്ത് മെസ്സേജാണ് ഇവർ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ കോംബോ കളിക്കണമെന്നോ? അങ്ങനെയുള്ള മെസ്സേജുകളാണോ കൊടുക്കേണ്ടത്? ജാസ്മിനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗെയിമർ എന്ന രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയാണെങ്കിൽ, ഞാൻ പഴയ എൻ്റെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ കോംബോ ആയിക്കോട്ടെ, ഇപ്പം അർജുൻ ശ്രീതു തമ്മിൽ കോംബോ ഉണ്ട്, അതിൽ ഇത്രമാത്രം നെഗറ്റീവ് പുറത്തു പോകുന്നുണ്ടോ? ഒരിക്കലില്ല. അപ്പൊ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു കോംബോയിൽ എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് പുറത്തു പോയതെന്ന് തീർച്ചയായിട്ടും കുറച്ച് ബോധത്തോടെ ചിന്തിച്ചാൽ മനസ്സിലാവും. പല കാര്യങ്ങളും അവിടെ കാണിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായതുകൊണ്ടാണ് അത്ര നെഗറ്റീവ് പോയത്. അവിടെ എത്രയോ ലേഡീസ് ഉണ്ടായിരുന്നു, അവരാരെങ്കിലും പേര് മോശമായിട്ട് പോകുന്നുണ്ടോ ജാസ്മിന്റെ അല്ലാതെ? എന്തുകൊണ്ടാണ്? നിൽക്കേണ്ട പോലെ നിന്നാൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം അങ്ങനെ നടക്കില്ലായിരുന്നു. എന്താണെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഗബ്രി പുറത്തു പോയി. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഒരു റെക്കോർഡിങ് ലീക്കായി, അതിനെതിരെ കുറെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പോൾ ജാസ്മിന്റെ വാപ്പയ്ക്ക് പണമാണ് ആവശ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ശരിയാണ്. അത് സ്വന്തം മോൾ ഇത്ര നെഗറ്റീവ് ആയെന്ന് അറിയുമ്പോൾ എന്തുകൊണ്ട് മോളെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പാപ്പ തിരിച്ചു വിളിക്കുന്നില്ല? അപ്പൊ അദ്ദേഹത്തിനും പണം തന്നെയല്ലേ വേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചത് സായിയോട് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് ഉപദേശിച്ച് കഴിയുമ്പോൾ മോള് മാറുമെന്ന്. പക്ഷെ അവര് എന്തിനാ പറയുന്നത്? ഈ ജാസ്മിന്റെ അത്തയും ഉമ്മയും എല്ലാം വന്ന് നേരിട്ട് അവരോട് സംസാരിച്ചിട്ട് പോലും ജാസ്മിൻ എങ്ങനെയാണ് അവിടെ നിന്നത്? നമ്മൾ കണ്ടതാണ്. ഗബ്രിയുടെ മാല വാങ്ങിച്ചിട്ടുണ്ടോന്ന്, ഫോട്ടോ വാങ്ങിച്ചിട്ടുണ്ടോന്ന്, ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ടെഡി കൊടുക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാണ്. ഇതൊക്കെ പറഞ്ഞു, അതായത് സായി വന്ന് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ട് പോലും എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഗബ്രിയുടെ കൂടെ വീണ്ടും കോംബോ നടത്തിയതാരാണ്? ജാസ്മിൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ബാപ്പയുടെ വാക്കിനെ പോലും ജാസ്മിൻ അവഗണിച്ചുകൊണ്ടാണ് ജാസ്മിന്റെ ഇഷ്ടത്തിന്, അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും, ഹൗസിലുള്ളവരെയും പുറമെ ഉള്ളവരെയൊക്കെ വെല്ലുവിളിച്ച രീതിയിലാണ് ജാസ്മിൻ ചെയ്തത്. എനിക്ക് തോന്നുന്നത് ജാസ്മിൻ കുറെ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്, അതില്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വന്ന മുതൽ ഇപ്പൊ എല്ലാവരും ജാസ്മിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ജാസ്മിൻ കുറെ കണ്ടന്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ജാസ്മിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു നല്ല മെസ്സേജ് ആയിട്ട് ഒരിക്കലും മാറില്ല. ഇത് റിയാലിറ്റി ഷോ ആണ്, പല ആളുകളും പല കുടുംബ പ്രേക്ഷകരൊക്കെ ഇരുന്ന് കാണുന്നതാണ്. അപ്പോൾ നല്ല മെസ്സേജുകൾ കൊടുക്കണം. ഈ ഒരു കാര്യം, അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് പറഞ്ഞതാണ്, അതുപോലെ നിങ്ങൾക്കും പല കാര്യങ്ങളുണ്ടാവും പറയാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുമാത്രമല്ല, എനിക്കൊരു കാര്യം പറയാനുള്ള, ഇപ്പം അൻസിബ ഔട്ടായി, പക്ഷെ ആ ഒരു ഉമ്മയ്ക്ക് എത്രമാത്രം നല്ലൊരു അഭിപ്രായമാണ് ആ മകളെക്കുറിച്ച്. അതായത് പുറത്ത് എല്ലാവരും പറയുന്നത് ഉമ്മയുടെ മകൾ വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചൊരു കുട്ടിയാണ്, നല്ല വ്യക്തിത്വമുള്ളൊരു കുട്ടിയാണെന്നൊക്കെ പറയുമ്പോൾ ആ ഉമ്മയ്ക്ക് എത്രമാത്രം സന്തോഷകരമാകും അല്ലേ? പക്ഷെ നേരെ മറിച്ച് ജാസ്മിന്റെ വീട്ടുകാരെ അനുഭവിക്കുന്നത് മുഴുവനും എന്താണ്? ഈ നെഗറ്റീവ്, മകളെക്കുറിച്ചുള്ള നെഗറ്റീവ് തന്നെയാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അത് പറയുന്നുമുണ്ട്, നീ ഇവിടെ എന്ത് കാണിച്ചാലും അത് അനുഭവിക്കുന്നത് ഞാനാണ്, നീ ഇവിടെ എന്ത് പറഞ്ഞാലും അതിനുള്ള മറുപടി എനിക്കാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമത്തോടെ പറയുന്നുണ്ട്. എന്നിട്ട് പോലും ജാസ്മിൻ ആ ഒരു ക്യാരക്ടർ മാറ്റുന്നില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ റിയൽ ക്യാരക്ടർ ആയിരിക്കണം അത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫേക്കായിട്ട് കളിച്ചാണെങ്കിൽ ജാസ്മിൻ ഒരുപക്ഷെ അതൊക്കെ മാറ്റി, വാപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, ഒന്ന് മാറി ചിന്തിക്കാം, ഒന്ന് മാറ്റി പിടിക്കാമെന്നൊന്നും ചിന്തിക്കാതെ ജാസ്മിൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ജാസ്മിൻ, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഗബ്രി പോയത് കൊണ്ട് ആ ഒരു കോംബോയിൽ നിന്നൊക്കെ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്, അല്ലാത്ത രീതിയിലൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്, കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. അപ്പോൾ സായി ഇനിയും അവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ അൻസിബിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ഇത്രമാത്രം എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അവരൊരു നല്ല വ്യക്തിത്വമാണ് അവിടെ കാണിച്ചത്. അത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. വളരെ നല്ല പെരുമാറ്റമായിരുന്നു അൻസിബയുടെ. അപ്പോൾ അൻസിബയുടെ ഉമ്മയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മകളെക്കുറിച്ച്. അതിൽ അപ്സെന്റ്, പക്ഷെ എന്തൊക്കെയോ ഉണ്ട്. അപ്സരയും നല്ലൊരു ഗെയിമറൊക്കെ തന്നെ ആയിരുന്നു, പക്ഷെ എന്താണെങ്കിലും പുറത്തായി. അപ്പോൾ അപ്സരയൊക്കെ പുറത്തു പോയി. ഇനിയുള്ള ആൾക്കാരിൽ വലിയ സ്ട്രോങ് ആയിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നുന്നു ടോപ്പ് 5 വരുമെന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ജിൻഡോ തീർച്ചയായിട്ടും ടോപ്പ് 5 വരേണ്ട തന്നെയാണ്. അതുപോലെ ജാസ്മിനും ബിഗ് ബോസ് എന്തായാലും തട്ടിക്കളയില്ല, ജാസ്മിൻ ഉണ്ടാവും, അഭിഷേക് ഉണ്ടാവും, അതുപോലെ അർജുൻ, ശ്രീ, ഒരു 5 പേര് ആയിരിക്കണം വരേണ്ടത്. പക്ഷെ എന്തായാലും സായിയൊക്കെ എന്തായാലും പുറത്ത് കളയണം തീർച്ചയായിട്ടും. കാരണം ഈ സായി, നന്ദന, നോറയ്ക്ക് എന്താണ് കാണിച്ചു കൂട്ടുന്നത്?
നോറയേക്കാളൊക്കെ എത്രയും ഭേദമായിരുന്നു അൻസിബ ചില കാര്യങ്ങൾ. അതായത് എപ്പോഴും ഒച്ചെടുക്കുന്നില്ല, കരയുന്നില്ല, ബഹളം ഉണ്ടാക്കുന്നില്ല എങ്കിലും അൻസിബയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. പിന്നെ ഒരു എന്താ പറയുക, അതായത് ഗെയിമിൽ അൻസിബ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് എനിക്ക് ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ആ ഒരു രീതിയിൽ തന്നെ അവർ ഗെയിം കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നോറയുണ്ട്, അതുപോലെ നന്ദനയുണ്ട്, എടുത്തു പറയാൻ സായി. എനിക്ക് തീർച്ചയായിട്ടും സായി, ഞാൻ സായിയൊക്കെ പോകുന്നിട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. അതായത് സായി ഇപ്പോൾ അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് നല്ല ഇതായിരിക്കും. കാരണം നമ്മൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് സായി അവിടെ ചെന്ന് ഭയങ്കര സംഭവമായിരിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഈ ബിഗ് ബോസ് തുടങ്ങി സായി ഓരോരുത്തരെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും. അപ്പം ഞാനും വിചാരിച്ചത് സായിനെ ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ച ആളാണ് കേട്ടോ. മറ്റേ അഭിഷേക് അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിൽ സിബിനൊക്കെ ഉണ്ടായിരുന്നു, അവരായിരുന്നു എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ സീക്രട്ട് ഏജന്റ്, കാരണം കാറിൽ നിന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതുപോലെ ഓരോ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു സായി. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും തന്നെ അദ്ദേഹം അവിടെ ഗെയിം കളിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമൊക്കെ അവിടെ നിൽക്കേണ്ട ആവശ്യം തന്നെയില്ല. തീർച്ചയായിട്ടും പുറത്തു കൊണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്കും പല കമൻസ് ഉണ്ടാവും. കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിനോട് എന്തെങ്കിലും യോജിപ്പോ എന്തായിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.